പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു കമ്പനി ഏതൊക്കെ പ്രോസസ്സ് ഉണ്ട്? എ ഉണ്ട്, പിന്നെ ഏതുണ്ട്? ബി ഉണ്ട്. ഇൻപുട്ട് ഫസ്റ്റ് റോ മെറ്റീരിയൽ എത്ര ഇൻപുട്ടാണുള്ളത്? 8000 യൂണിറ്റ്. എത്ര രൂപയാണ്? 1 രൂപ, 9 രൂപ. ഓക്കെ അല്ലേ? അപ്പോൾ 8000 × 9 എത്ര വരിക? 72,000. ഓക്കെ, പ്രോസസ് എ അക്കൗണ്ട് ഇടാം. ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളത്? പ്രോസസ് എ അക്കൗണ്ടും പ്രോസസ് ബി അക്കൗണ്ടും. പിന്നെ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓഫ് പ്രോസസ് എ ആൻഡ് ബി ആണ്. എയുടെയും ബിയുടെയും പ്രോഫിറ്റ് കാണും. ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? മനസ്സിലായ? അതോ എയുടെ മൊത്തം ആർക്ക് ഷെയർ ചെയ്യില്ല, ബിക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല, കുറച്ച് എവിടേക്ക് പുറത്തേക്ക് വെക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരാണ്. എന്തായാലും ഔട്ട്പുട്ട് എയുടെ നിന്നുള്ള ഔട്ട്പുട്ട് എത്രയാണ്? 7,000. കാൽക്കുലേറ്റർ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചോ. നോർമൽ ലോസ് 5%, സ്ക്രാപ്പ് വാല്യൂ 2 രൂപ, ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും സെല്ലി എക്സ്പെൻസ് എത്രയാണ്? 15. ഇത്രയും സാധനം വെച്ച് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? പ്രോസസ് എ അക്കൗണ്ട്. ഇൻപുട്ട് 8,000 × 9 72,000 നമ്മൾ കണ്ടതാണ്. വേജസ് 12,000, ഡയറക്റ്റ് എക്സ്പെൻസ് 6,000. ഓവർ ഹെഡ് പറയുന്നുണ്ട് താഴത്ത് 17,400 ടോട്ടൽ ഓവർ ഹെഡ് പറയുന്നത്. അതെങ്ങനെയാണ് റിക്കവർ ചെയ്യാൻ പറയുന്നത്? ഡയറക്റ്റ് വേജ്. ഡയറക്റ്റ് വേജ് എക്ക് എത്രയാണ്? 12,000. അപ്പോൾ 12:1 എത്ര? 24, അല്ലെങ്കിൽ 1:2 വീതിക്കുക. അപ്പോൾ വീതിച്ച് നോക്ക്. 17,400 × 1/3 5,800. ഓക്കെ അല്ലേ? പിന്നെ 2/3 ആർക്കും വരും? 11,600. 2/3 ബിക്കും വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ നല്ല ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചിരിക്കാം. സെല്ലിംഗ് എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്? 5,000 വരുന്നുണ്ട്. പിന്നെ ദേ ആർ നോട്ട് അലോക്കേറ്റഡ് ടു പ്രോസസ് 2. അത് ടു ദ പ്രോസസ് ആണല്ലേ. They are not allocated to the process. 2/3 of the output process A was passed on the next process and balance sold. അപ്പോൾ A ഉണ്ടാക്കുന്ന 2/3 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അടുത്ത പ്രോസസ്സിലേക്ക് പോയിട്ടുള്ളത്. ബാലൻസ് എന്ത് ചെയ്തു? വിറ്റ്. 2/3 ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ബാക്കി എത്ര ഉണ്ടാവും? 1/3 വിറ്റ്. അടുത്ത the entire output of process B was sold. സംശയമില്ലല്ലോ. ബി ഇനി ആർക്ക് അയച്ചു കൊടുക്കാൻ? ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ പ്രോസസ് എ ആൻഡ് പ്രോസസ് ബി ആർ നോട്ട് റെസ്പോൺസിബിലിറ്റി സെന്റർ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ദേ ഇതങ്ങനെ ചെയ്തു. നോർമൽ ലോസ് എങ്ങനെ കാണാൻ? 5%. ഏതിൻ്റെ 5%? ഇൻപുട്ട് 8,000-ൻ്റെ 5%. കണ്ടോ എത്ര വരും? എത്രയാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് വരുന്നത്? 2 രൂപ അല്ലേ? 400 × 2 അപ്പോൾ എത്ര വരും? 800 വരും. 800. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് അല്ല, ഔട്ട്പുട്ട് 7,500 തന്നിട്ടുണ്ട്. അപ്പം എന്ത് എഴുതാം? ബൈ 7,500. ഈ 7,500 മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്യുമോ? ഇല്ല. 7,500-ൻ്റെ എത്രയാണ്? 2/3 ട്രാൻസ്ഫർ ചെയ്യും. എത്ര വരും? 5,000. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 2,500 എവിടേക്കാണ്? വിൽക്കും. വിൽക്കുന്നതുകൊണ്ട് അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? P&L അക്കൗണ്ടിലേക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേതാണ്? ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതേതാണ്? സോൾഡ്, വിൽക്കുന്നത്. ഓക്കെ, പ്രശ്നമില്ല. ഇനി ഇത് ബാലൻസ് ചെയ്യണം. ഇങ്ങനെ ബാലൻസ് ചെയ്യും. യൂണിറ്റ് ബാലൻസ് ചെയ്യും. ഇവിടെ 8,000, ഇവിടെ 8,000. ഓക്കെ അല്ലേ? 8,000. 8,000-ൽ 7,500 മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് വരുന്നില്ലേ? പിന്നെ 400 ലോസ് വരുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഫിഗർ അബ്നോർമൽ ലോസ് വരുന്നുണ്ടോ? ഓക്കെ ആണോ? കുഴപ്പമില്ല, ഇല്ല. ഇനി നമുക്ക് ഏതിൻ്റെയൊക്കെ വാല്യൂ ആണോ? ഇനി പ്രോസസ് ഏതിലേക്ക് പോയത്? ബിയിലേക്ക് പോയത്. പിന്നെ ഏതിലേക്കാണ്? സെയിൽ ചെയ്തത്. പിന്നെ ഏതാണ്? അബ്നോർമൽ ലോസ്. ഇതിന് നോർമലി നമ്മളൊരു ഇക്വേഷൻ ചെയ്യാറുണ്ട് അബ്നോർമൽ ലോസിന്. ഓർക്കണ്ട, എന്താ? ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഇൻറ്റു അബ്നോർമൽ ലോസ് ആണെങ്കിൽ അത്, ഇൻറ്റു പ്രോസസ് ബി ആണെങ്കിൽ അത്, ഇൻറ്റു സെയിൽ ചെയ്താണെങ്കിൽ അത്. അപ്പോൾ ഇതിനോട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടാവുക? ആ ഇക്വേഷൻ നോക്കി നോക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ. എന്താ?
ടോട്ടൽ കോസ്റ്റ് മൈനസ് ബൈക്ക് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര വരും? അതൊക്കെ കൂടെ ടോട്ടൽ ഇതാ 95,800 ടൈപ്പ് ചെയ്യാം. 95,800 മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എത്രയാണ്? 800 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഒരു എമൗണ്ട് കിട്ടില്ലേ? 95,800 മൈനസ് 800 95,000 ഡിവൈഡ് ബൈ ഇൻപുട്ട് എത്ര ഇട്ടത്? 8,000. അതിൻ്റെ ലോസ് എത്ര പോവാ? 400. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എത്ര വരും? 7,600. അപ്പോൾ 97,000 ഡിവൈഡ് ബൈ 7,600 12.5. ഇനി വളരെ ഈസിയാണ്. ഇനി എല്ലാ യൂണിറ്റിനും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 12.5. 100 × 12.5 1250. 5000 × 12.5 6250. 2500 × 12.5 ചെയ്ത് നോക്കി ശരിയാണോ? 2500 × 12.5 കിട്ടുന്നേ. ഓക്കെ അല്ലേ? യെസ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഇക്വേഷൻ ആക്കിയിട്ട് നമ്മൾ ഇൻറ്റു ഇനി എന്താ ചെയ്യുക? ഈ ഇക്വേഷനിൽ തന്നെ ഇൻറ്റു അബ്നോർമൽ ലോസിൻ്റെ എത്ര എഴുതണം? 100. ഓർ അടുത്ത ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എത്ര എഴുതണം? 5000. അടുത്ത ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എത്ര എഴുതണം? 2500. ഇങ്ങനെ പണിയെടുക്കേണ്ട ഓൾറെഡി അവർ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റിലൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ പഠിപ്പിക്കാറില്ല ക്ലാസ്സിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി പ്രോഫിറ്റ് കാണാൻ പറഞ്ഞത് ക്വസ്റ്റിൽ എന്താണ് പറഞ്ഞത്? പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നിർബന്ധമാണ്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഏത് വേണം? അബ്നോർമൽ ലോസിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം അബ്നോർമൽ ലോസിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗർ എക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം P&L അക്കൗണ്ടിലേക്ക്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതുവരെ ഓക്കെ അല്ലേ? പ്രോസസ്സേ ഓക്കെ അല്ലേ? നത്തിങ് ഗ്രേറ്റ്. പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, പ്രശ്നമൊന്നുമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മൊത്തം 7,500 എന്ത് ചെയ്യുന്നില്ല? പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ P&L അക്കൗണ്ടിലേക്ക് ഇപ്പോൾ എത്ര പോയിട്ടുണ്ടാവും? 31,250 പോയിട്ടുണ്ടാവും ഒരു കോസ്റ്റ് ആയിട്ട്. ഒന്ന് നോക്കാം. നേരെ P&L അക്കൗണ്ടിലേക്ക് 31,250 കണ്ട കോസ്റ്റ് ഓഫ് സെയിൽസ്. നത്തിങ് ഗ്രേറ്റ്. ഓക്കെ അല്ലേ? ഈ സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 15. എത്ര യൂണിറ്റാണ് പുറത്തേക്ക് എയിൽ നിന്ന് വിൽക്കുന്നത്? 2,500. അപ്പോൾ 2,500 ഇൻറ്റു എത്രയാണ്? 15. 37,500 സെയിൽസ്. കണ്ട, അത് P&L അക്കൗണ്ടാണ്. എഴുതുമ്പോൾ P&L സെൻട്രലൈസ് ചെയ്ത് എഴുതണം. അപ്പോൾ കോസ്റ്റ് 7,500 3,229. പിന്നെ പ്രോസസ് എയിലേക്ക് വിറ്റത് എത്രയാണ്? 37,500. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതേപോലെ BD ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഇതിലേക്ക് ഏതൊക്കെ വരുന്നുണ്ട്? അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് വരുന്നുണ്ട്, അബ്നോർമൽ ഗെയിൻ്റെ വരുന്നത്. ഇതൊക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അക്കൗണ്ടൊക്കെ വരച്ചാലേ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. പിന്നെ ക്വസ്റ്റിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ട് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 5,000 തന്നിട്ട് എന്നിട്ട് പറയാണ് ദേ ആർ നോട്ട് അലോക്കേറ്റ് ടു ദ പ്രോസസ്. ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ ആയി. ഓക്കെ അല്ലേ? കോമട്ടിൽ എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നു. ഉദ്ദേശിച്ച ഈ 5,000 എവിടെ കൊടുക്കണ്ട? പ്രോസസ് എയിലും ബിയിലും കാണിക്കേണ്ട. പ്രോസസ് എയിലും ബിയിലും കാണിച്ചില്ലെങ്കിൽ അത് ജനറൽ എക്സ്പെൻസ് ആണ്. അത് എവിടെ കാണിക്കേണ്ടി വരും? P&L കാണിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പം ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് പോകാം. എന്താണ് അബ്നോർമൽ ലോസ് വരുമ്പോൾ എൻട്രി? ഇതാ ഇങ്ങനെ നോക്കിയാൽ എൻട്രി പറയാമല്ലോ. പറയും അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ അബ്നോർമൽ ലോസിൽ എന്ത് എഴുതണം? ടു പ്രോസസ് 100 1,250. ഓക്കെ അല്ലേ? ദെൻ ഇത് വിൽക്കുമ്പോൾ 100 സാധനം അബ്നോർമൽ ആണെങ്കിൽ നോർമൽ ലോസ് ആണെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റും. എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുക? 2 രൂപയ്ക്ക്. അപ്പോൾ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ് 100 × 2 എത്രയും 200. ബാലൻസ് ചെയ്യാം. 1,250 ഉണ്ട്. അപ്പോൾ 1,050 രൂപ നമ്മുടെ എന്താണ്? നെറ്റ് ലോസ് ആണ്. ഈ ലോസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം P&L അക്കൗണ്ടിലേക്ക്. ഇവിടുത്തെ എൻട്രി എന്താ? P&L അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ്. P&L അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു അബ്നോർമൽ ലോസ് 1,050. ഓക്കെ ആണോ? കഴിയുമ്പോൾ ശ്രദ്ധിക്കാം. പ്രോസസ് ബിയിലേക്ക് വരാം. പ്രോസസ് ബിയിലേക്ക് എയിൽ നിന്ന് എത്ര വരുന്നു? ആദ്യം നോക്കാം. ഇതവിടെ ഉണ്ട്. എത്ര വരുന്നത്? 5,062,500. 5,062,500. ഇനി ഒന്നുമില്ല. ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർഹെഡ് എങ്ങനെ ഒന്നും അറിയാലോ. അപ്പോൾ 17,400 എത്ര വരുന്നത്? 2/3. ഓക്കെ അല്ലേ? ഇത്രയും കുഴപ്പമില്ലല്ലോ. ഇനി
ഇതിൽ നോർമൽ ലോസ് ഉണ്ട്. എത്ര നോർമൽ ലോസ് വരുന്നത്? 10%. അപ്പം എങ്ങനെ കാണാം? ഇൻപുട്ട് എത്ര ഉള്ളത്? 5000. 5000ൻ്റെ എത്ര? 10% എത്ര വരും? 500. അതിൻ്റെ സെയിൽ ഓഫ് സ്ക്രാപ്പ് എത്ര? എന്തൊന്നും പറയാത്ത സെയിൽ ഓഫ് സ്ക്രാപ്പ് 10. അപ്പോൾ 500 × 10 എത്ര വരും? സെയിൽ ഓഫ് സ്ക്രാപ്പ് 5000 വരും. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര? 4800. അപ്പോൾ ബൈ ഏതാണ്? ഇനി എങ്ങോട്ടാ പോകാൻ? ലാസ്റ്റ് പ്രോസസ്സ് എയുടെ ബിയിലേക്ക് പോകും. ബി ഫൈനൽ പ്രോസസ്സ് ആയതുകൊണ്ട് അത് ഇക്വലൻ്റായി മാറും ഫിനിഷ് ഗുഡ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫിനിഷ് ഗുഡ്സ് ആകുമ്പോൾ എത്ര വരാം? 4800 വരും. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നോക്കി. 500, 4800. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ക്രെഡിറ്റിൽ 5300. സ്വാഭാവികമായിട്ടും 300 എന്തായിരിക്കും? അബ്നോർമൽ ഗെയിൻ ആയിരിക്കും. ഓക്കെ. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ എന്തെയാണ്? ബാലൻസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണും? ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് കാണും. അപ്പോൾ ഇതിൽ നമുക്ക് 2 എമൗണ്ട് അറിയില്ല. ഓക്കെ അല്ലേ? ഇതിൻ്റെ എമൗണ്ട് അറിയില്ല, പിന്നെ ഇതും അറിയില്ല, ഇതും അറിയില്ല അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഇക്വേഷൻ പറയും? ടോട്ടൽ കോസ്റ്റ്. ഇതല്ലാത്ത ബാക്കിയുള്ള കോസ്റ്റുകളൊന്ന് ടോട്ടൽ ചെയ്യും. ഞാൻ ഈ കാണിച്ച കോസ്റ്റുകളും 62,500, 24,000, 5,000, 11,600. എത്ര കിട്ടിയില്ലേ? ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ 4,500 ചെയ്ത് എത്ര? 21.8 ആണോ? കിട്ടിയില്ലേ? ഇത്രയും സാധനം ആഡ് ചെയ്യാം. എന്നിട്ട് 5000-500 കുറച്ച് എത്ര? 4,500 വരും. ഡിവൈഡഡ് ബൈ 4,500 കിട്ടുന്നില്ല. അയ്യോ, നോർമൽ ലോസ് 5000 കുറച്ചില്ല. ഓക്കെ, അതും കൂടെ കുറയ്ക്കും. ടോട്ടൽ കോസ്റ്റ് എത്ര വരാം? ഞാൻ ഇവിടെ എഴുതാം. ടോട്ടൽ കോസ്റ്റ് എത്ര വരാം? ടോട്ടൽ കോസ്റ്റ് എത്ര വരാം? 1,01,100. 3,100. ഓക്കെ. മൈനസ് ഏതാണ്? സെയിൽ ഓഫ് സ്ക്രാപ്പ് ആക്കി ഡിവൈഡ് ബൈ ഇൻപുട്ട് 5000 മൈനസ് 500 എത്ര വരും? 21.8. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ ഈ എമൗണ്ട് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കാണാം? 4,800 ഇൻറ്റു അടിച്ച് നോക്ക്. 21.80. 4,800 × 21.80 എത്ര വരും? 30,00,000. അതേപോലെ 300 × 21.80. 300 × 21.80 6,540. മക്കളെ, ഇതിൻ്റെ ഫുൾ എമൗണ്ടും സെയിൽ ചെയ്യാനുള്ളതാണ്. 4,800 യൂണിറ്റ്, 1,04,640. അപ്പോൾ ഇതെവിടെ P&L കാണിക്കാം? കണ്ടില്ലേ? കണ്ടോ? ഇപ്പം എന്തുണ്ടായിട്ടുള്ളത്? എയുടെ കുറച്ച് എമൗണ്ട് എവിടേക്ക് വന്നിട്ടുണ്ട്? യൂണിറ്റ് ബിയിലേക്ക് വന്നിട്ടുണ്ട്. എ ഡയറക്റ്റ് വിറ്റതാണ് ഇത്. പിന്നെ എ ബിയിലേക്ക് വന്ന് ബി പിന്നെ ഫർദർ പ്രോസസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്താണ് ഇത്ര എമൗണ്ട്. ബി എത്ര യൂണിറ്റ് അപ്പോൾ വിൽക്കുന്നത് എന്ന് പറയുന്നത്? 4,800. ഒരു യൂണിറ്റ് സെയിൽ ചെയ്യുന്നത് ബിക്ക് എത്രയാണ്? 25. അപ്പോൾ 4,800 × 25 എത്ര വരും? ടപ്പ്ന്ന് അടിക്കേ. 4,800 × 25 1,20,000 സെയിൽസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അബ്നോർമൽ എന്ത് വേണം? ഗെയിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓർക്കണ്ടോ? നമ്മളെപ്പോഴും അതിൽ ഒരു ടിസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ആദ്യം നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇതാണ് എൻട്രി. എന്താ പറയുക? എൻട്രി പറയും നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് ബി. അപ്പോൾ നോർമൽ ലോസിൽ എന്ത് വരുന്നത്? ടു പ്രോസസ് ബി. പിന്നെ വരുന്നത് എന്താ? അബ്നോർമൽ ഗെയിൻ്റെ എൻട്രി എന്താ? പ്രോസസ് ബി അക്കൗണ്ട് ടു അബ്നോർമൽ ഗെയിൻ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ബൈ പ്രോസസ് ബി 400 6,540. ഇനി ഇത് ബാലൻസ് ചെയ്യുന്ന പ്രോസസ് ചെയ്യാം. അതിന് മുന്നേ സെയിൽ ചെയ്യണം. അപ്പോൾ നോർമൽ ലോസ് എത്രയുണ്ട് നിങ്ങൾ സെയിൽ ചെയ്യാം? 500 നിങ്ങൾ സെയിൽ ചെയ്യുമോ? നിങ്ങൾ 500 എന്ത് ചെയ്ത് പ്രതീക്ഷിച്ചത്? ലോസ് വരുന്നു അല്ലേ? പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര ലോസ് എന്ത് ചെയ്തില്ല? വന്നില്ല. ആക്ച്വൽ ലോസ് എത്രയാണെന്നുള്ളത്? 200. എത്രയാണെന്നുള്ളത്? 200. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗെയിൻ എത്ര കിട്ടിയത്? 300 കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ വിൽക്കുന്ന യൂണിറ്റ് എത്രയേ ഉള്ളൂ? 200 വിൽക്കുള്ളൂ. 200 ഇൻറ്റു എത്ര വെച്ച്? 10 വെച്ച്. അപ്പോൾ എത്രയാണ്? 2,000. കണ്ടില്ല? ബൈ ക്യാഷ്. ഇതൊരു ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത്രയും മാസം എഴുതിയിട്ടുണ്ട്. ഇതാ ഈ ഭാഗം, പിന്നെ ഇതാ ഈ ഭാഗം, ഇത്രയുള്ളത്. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ സ്റ്റെപ്പ് ഫോളോ ചെയ്യാറുണ്ട് അല്ലേ?
ആദ്യം എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 1 എന്താ? ബാലൻസ് ഏത് അക്കൗണ്ട് പറയും? നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അപ്പോൾ നോർമൽ ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അവിടെ 500, 5000, 500, 5000, 500 200 പോലെ എത്ര വരും? 300 വരും. പിന്നെ 3000 വരും. ഓക്കെ അല്ലേ? ഇതിൻ്റെ എൻട്രിയിൽ എന്താ? അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ടു നോർമൽ ലോസ്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് സ്വാഭാവികമായിട്ട് എന്ത് എഴുതേണ്ടി വരും? ടു നോർമൽ ലോസ്. അതാണ് ഈ സ്റ്റെപ്പ് 1 എന്നൂടെ പറഞ്ഞ് എന്താ? ബാലൻസ് നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റ് ഏതാണ്? ബാലൻസ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് പീരിയഡ്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്? 300 ഈക്വലായി. പിന്നെ 6540 നിന്നും എത്ര കുറയ്ക്കാം? 1000 കുറച്ചാൽ എത്ര? 3450. ഇവിടെ എൻട്രി ഉണ്ട്. എന്താ എൻട്രി? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ടു പി ആൻഡ് എൽ. അപ്പോൾ പി ആൻഡ് എൽ എന്ത് എഴുതണം? ബൈ അബ്നോർമൽ ഗെയിൻ. കണ്ട 3540. ഓക്കെ അല്ലേ? അങ്ങനെ ലാസ്റ്റ് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് കാണാൻ പ്രത്യേകം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓഫ് പ്രോസസ് എ ആൻഡ് ബി ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നാണ്? ഒരു പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ മറക്കരുതേ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ഹെവി ക്വസ്റ്റ്യൻ പോലെ ചെയ്തു. ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം. ഏതാണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ്റെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏതാണ് സ്റ്റാൻഡേർഡ്? മെറ്റീരിയൽ വേരിയൻസ് ആണ്. ഏതാണ് മെറ്റീരിയൽ? പറയട്ടെ. മെറ്റീരിയൽ ഏതാണ്? മെറ്റീരിയൽ ഹലോ ഏത് മെറ്റീരിയലാണ്? എസ് ഉണ്ട്, ടി ഉണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മിക്സ് ഒന്നുണ്ട്. 60%, 40%. പിന്നെ ലോസ് എത്ര വരും? 10. യൂണിറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ് അറിയാം. ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട്, ആക്ച്വൽ പ്രൈസ് ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യനാണല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാൻഡിൽ ചെയ്യാം. എന്തൊക്കെ കാണാൻ പറഞ്ഞുള്ളത്? മിക്സാണ്. എല്ലാം ഉണ്ട് അല്ലേ? ഏതാ? കോസ്റ്റ്, പ്രൈസ്, യൂസേജ്, മിക്സ് ചെയ്യില്ല. എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് വരെയാണ് അല്ലേ? ഒന്ന് പറഞ്ഞാൽ ആക്റ്റീവ് നമ്പർ 1 ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അറിയോ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് അല്ലേ? ആക്ച്വൽ ഔട്ട്പുട്ട് ഇതേ ഉണ്ട് ഇവിടെ. ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 90. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ടിനെ ഏതിലെടുത്താൽ മതി? സ്റ്റാൻഡേർഡ്. ഓക്കെ. നമുക്ക് ഇൻപുട്ടാണോ വേണ്ടത്, ഔട്ട്പുട്ടാണോ വേണ്ടത്? ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻപുട്ട്. ലോസ് കണ്ടു അല്ലേ? 10%. എന്തതിൻ്റെ ലോജിക്ക്? നമ്മൾ ഇൻപുട്ട് 100 ഇട്ടാൽ അതിൻ്റെ 10% ലോസ് വന്ന് എത്രയാണ് ഔട്ട്പുട്ട് വരാം? 90. അപ്പോൾ 90നെ 100ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 90 ഡിവൈഡ് ബൈ 90 ഇൻറ്റു ഏത് വരും? 100. നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇൻപുട്ട് ഏതാ? 100 വിചാരിക്കും. ലോസ് എത്ര വരും? 10%. അപ്പോൾ ഔട്ട്പുട്ട് എത്ര വരും? 90. ഇവിടെ 90 കറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായ? ഓക്കെ. ഇവിടെ പെർസെൻറ്റേജും എമൗണ്ടും ഏതാണ്? 90 ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ രസം തോന്നിയേക്കണം. ഇപ്പോൾ ഇവിടെ 200 ആണ്. നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 200 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. അപ്പോൾ എത്രയാണ് ഇൻപുട്ട്? 100 കിലോഗ്രാം. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഏത് മിക്സിലാവും? സ്റ്റാൻഡേർഡ് മിക്സിലായിരിക്കും. അപ്പോൾ ഏതാണ്? 60. പിന്നെ ഏത് വരും? 40. അപ്പോൾ 100 നമ്മളിട്ട് നമ്മളെ കല്ലും പിന്നെ ഏതാണ് സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ കട്ട ഉണ്ടാക്കുന്നത് വിചാരിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഔട്ട്പുട്ട് എത്രയുള്ളത്? 90 കിലോഗ്രാമാണ് സിമെൻറ്റും ഇതും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയത്. നമുക്കറിയാം ഇത് മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 100. ഓക്കെ അല്ലേ? അതിൽ സിമെൻറ്റ് എത്രയാണ് പ്രൊപ്പോർഷൻ? 60. എംസാൻഡ് എത്ര പ്രൊപ്പോർഷനാണ്? അപ്പോൾ ഏത് കിട്ടി? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടി 60ഉം 40ഉം. നത്തിങ് ഗ്രേറ്റ് 60, 40. സ്റ്റാൻഡേർഡ് പ്രൈസ് 20, 10 തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എത്ര കിട്ടും? 1600 കിട്ടും. ദെൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഡയറക്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 44ഉം 66ഉം. ആക്ച്വൽ പ്രൈസ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1430. നമ്പർ 2 കിട്ടും. നമ്പർ 3 കിട്ടാൻ ആക്ച്വൽ ക്വാണ്ടിറ്റിയും പിന്നെ ഈ പ്രൈസ് കൊടുത്താൽ മതി. സിമ്പിളാണ്. നത്തിങ് ഗ്രേറ്റ്. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മ വരുന്നത് എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇനി ഏതാണ്? സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ എത്ര ഉള്ളത്? 44 + 66. 44 + 66 110. അതിന് ഏത് മിക്സിലെടുത്താൽ മതി? സ്റ്റാൻഡേർഡ് മിക്സിലെടുത്താൽ മതി. 110ന് 60%, 66 വരും. പിന്നെ 44 വരും. ഓക്കെ അല്ലേ? 66, 44 നേരെ ഉൾട്ടായല്ലോ അല്ലേ? 66, 44 മൾട്ടിപ്ലൈ ചെയ്ത് സ്ഥാനം സെറ്റ്.
ഇനി ഏതാണ് കോസ്റ്റ് വാരിയൻസ് 1 - 2 1600 - 2 1400 ഇപ്പം എത്ര വരും 170 ഫാവറബിൾ വരും. ഓക്കെ അല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പ്രൈസ് വാരിയൻസ് 3 - 2 കറക്റ്റാണ്. 1540 - 1400 ചെക്ക്. ഓക്കെ അല്ലേ? യൂസേജ് വാരിയൻസ് ഏതാണ് 1 - 3 എത്ര 1600 മൈനസ് 1540 60 ഫാവറബിൾ. അങ്ങനെ മിക്സ് ചെയ്ത് 120 ഫാവറബിൾ 160 ഏതാണ് അഡ്വേഴ്സ് ഒക്കെ വരും. പ്രശ്നമുണ്ടാകും. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, നത്തിങ് വരില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം ഹെവി ആയാലും മറ്റൊരു സ്ഥലത്ത് എന്ത് വരും റിലാക്സേഷൻ വരും. അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇതിലത്തെ MCQ കുറെ കവർ ചെയ്യുമല്ലോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MCQൻ്റെ. അത് എന്ത് ചെയ്യാം എടുത്ത് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര എന്തോ ഉള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഗ്രൂപ്പിലിടാം. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്യും. ഈ ഒരു റിവിഷന് ശേഷം ചെയ്യുമ്പോൾ എളുപ്പം. ഓക്കെ അല്ലേ? പെരിന്തൽമണ്ണയിലെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു സിനാൻ. 30 MCQയിൽ എത്ര മാർക്കാണ് സിനാൻ മേടിച്ചത്? 28 മേടിച്ചു. ഓക്കെ അല്ലേ? 28. സിനാന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.